നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവനെ പോലെ ചതിക്കില്ല മുത്തശ്ശി ഞാൻ. അത് അച്ഛൻ എണീറ്റ് നടക്കുമ്പോ മുത്തശ്ശിക്ക് മനസ്സിലാവും. വന്നോളൂ. മുത്തശ്ശി എന്തിനാണ് സമ്മതിച്ചത്? ഞാൻ സമ്മതിച്ചില്ലല്ലോ. എല്ലാം അവള് സ്വയം തീരുമാനിക്കല്ലേ. എന്തെങ്കിലും ഒന്ന് പറയാന്ന് വെച്ചാ അവള് വീടിന്റെ കാര്യം പറയും. എന്ത് ചെയ്യാനാ? വീട് അവളുടെ പേരിലായിപ്പോയതാ നമുക്ക് കെണിയായത്. നമ്മളിപ്പോ ഇവിടുത്തെ വാടകക്കാർ മാത്രമല്ലേ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സിത്തു, ആ കേസ് ഫയൽ ചെയ്തു? ഇല്ല ചാ, ഡ്രാഫ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. നാളെ ഫയൽ ചെയ്യും. കോടതി പോകുന്നത് അത് ഗുണം ചെയ്യുമെന്നാണോ നിന്റെ വിശ്വാസം? ഇപ്പൊ വേറെ മാർഗമൊന്നുമില്ല ചാ. അല്ലെങ്കിൽ പോലീസുകാരിവിടെ കയറി നിറങ്ങിക്കൊണ്ടിരിക്കും. അവൾ എന്തൊക്കെയോ ഒളിക്കാൻ നോക്കുന്നുണ്ട്. അവള് പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിക്കണ്ട. റൂബിയുടെ സ്വർണം പോയതും അവളുടെ മരണവും തമ്മിൽ ബന്ധമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏയ്, റൂബിയെ കൊന്നത് ചന്ദ്രയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചാ. അവർ തമ്മിലുള്ള ബന്ധം അത്ര ശക്തമായിരുന്നു. ചന്ദ്ര ഒരിക്കലും റൂബി ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല. റൂബി മരിച്ചപ്പോ ആർക്കാ നഷ്ടം വന്നത്? ചന്ദ്രയ്ക്ക് മാത്രമല്ലേ. അവളുടെ ബലം അതോടുകൂടെ പോയില്ലേ. അതുകൊണ്ട് റൂബിയെ ഇല്ലാതാക്കാൻ അവൾ ഒരിക്കലും തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ സ്വർണം, അതിലെന്തോ തിരിമറിയുണ്ട്. പ്രേമിച്ചിയുടെ മാല കട്ടവള് റൂബിയുടെ സ്വർണം എടുക്കും. അതിലെനിക്ക് ചന്ദ്രയെ നല്ല സംശയമുണ്ട്. സ്വർണമെടുത്താൽ അത് അവൾ അപ്പം തന്നെ വിൽക്കില്ലേ? കടത്തിന്മേൽ കടവല്ലേ അവക്ക്. ആ അവസ്ഥ ഒഴിവാക്കാൻ എന്തായാലും അവൾ ശ്രമിക്കില്ലേ? ശ്രമിക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന് അവൾക്കേ അറിയൂ. എന്തായാലും കേസ് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ പോലീസ് ഒന്ന് ഇളകും. അപ്പോ അറിയാം സ്വർണം ഏത് ചെമ്പ് ഏതെന്നുള്ളത്. ഇതുപോലൊരു കേസിൽ ചന്ദ്ര പെട്ടാ പിന്നെ അതെനിക്കും കൂടി ഗുണമാ. ഡിവോഴ്സ് ചെയ്യാൻ അതെനിക്കൊരു കാരണമാവുകയും ചെയ്യും. എ വെരി വാലിഡ് സ്ട്രോങ് റീസൺ. തിളച്ചോടനെ ഇനി എടുത്തോ. എങ്ങനെ ഉണ്ടായിരുന്നമ്മേ ഫിസിയോതെറാപ്പി? എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല മോനെ. എല്ലാം അവളുടെ ഏർപ്പാടല്ലേ. അതാണ് പ്രശ്നം. ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞ അവര് സമ്മതിച്ചില്ല. എന്തായിരിക്കും കാരണമെന്ന് അമ്മയ്ക്ക് ഊഹിക്കാം. ഇല്ല. എന്തായിരിക്കും മോനെ കാരണം? ഞാൻ ഏർപ്പാടാക്കി ആള് വന്ന് ഫിസിയോതെറാപ്പി ചെയ്താ അച്ഛൻ രക്ഷപ്പെട്ടാലോ? അവരുടെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാരണവശാലും അച്ഛൻ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേക്കരുതെന്ന അവരാഗ്രഹിക്കുന്നു. എഴുന്നേറ്റാ ആരാ അളവിൽ കൂടുതൽ ഇൻസുലിൻ കുത്തിവെച്ചെന്ന് അച്ഛൻ പറയുമല്ലോ. ഓ, അത് ശരിയാ. അവരുടെ പേരായിരിക്കില്ലേ അച്ഛൻ പറയുന്നത്. അതവർക്ക് സഹിക്കാൻ പറ്റൂ? അപ്പൊ ദേവിക ഏർപ്പാട് ചെയ്ത ആള് ചികിത്സിച്ച മനോഹരൻ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നാണോ മോൻ പറയുന്നത്? എന്താ സംശയം? ഒരു സാധ്യതയില്ല. അയ്യോ, എങ്കിൽ അത് തടയണമല്ലോ പാർവതി. അവളെ ഏർപ്പാട് ചെയ്ത ആള് വരണ്ടെന്നങ്ങ് പറയാം. എന്നിട്ട് ശരത്തുമോൻ ഏർപ്പാട് ചെയ്ത ആളെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. നമ്മൾ പറഞ്ഞാലൊന്നും അവള് കേൾക്കാൻ പോകുന്നില്ലമ്മേ. അവളെല്ലാ അർത്ഥത്തിലും പിടിമുറുക്കി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കൂന്നാ ഞാൻ ആലോചിക്കുന്നത്. ആ പേടി എന്തായാലും വേണ്ടമ്മേ. ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു കുറവും വരില്ല.
അത് വരുത്താതെ ഞാൻ നോക്കും. എന്റെ മോനെ, നിന്നെ പോലൊരാളെ കിട്ടിയതാ ഞങ്ങളുടെ ഭാഗ്യം. മരുമകളോ ഞങ്ങളെ നോക്കുന്നില്ല, മകനും നോക്കുന്നില്ല. നിനക്കെങ്കിലും ഞങ്ങളോട് ദയ കാണിക്കാൻ തോന്നുന്നുണ്ടല്ലോ. അതെന്റെ കടമയല്ലേ മുത്തശ്ശി.